ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? ഞാൻ ഇന്നൊരു വ്ളോഗുമായിട്ട് വരുവാണ്. ഒരു പാസ്ത ഉണ്ടാക്കാമെന്ന് വെച്ചാണ്. ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടിരിക്കട്ടെ. എപ്പോഴും ഈ കൂട്ടാനും അതും ഇതും അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പിള്ളേർക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാസ്ത റെഡിയാക്കാം. എല്ലാവരും വരും. ഹലോ, പിന്നെ നമുക്ക് അടുത്ത ഒരു സോസ് ഉണ്ടാക്കാനുള്ള ഒരു കാര്യമാണ്. സോസ് ഉണ്ടാക്കാം. നമുക്ക് ആ സോസിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് മൈദ, 2 ടേബിൾ സ്പൂൺ മൈദ, ബട്ടർ, പാല്, പിന്നെ ഇത്തിരി ഗാർലിക് പൗഡർ, പിന്നെ കുറച്ച് പിന്നെ ഇത്ര സാധനം സോസിന് വേണ്ടിയ കാര്യങ്ങൾ. പിന്നെ നമുക്ക് അടുത്ത പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് സബോള ക്യൂബ്സായിട്ട് അരിഞ്ഞത്, പിന്നെ ഇത് ക്യാപ്സിക്കം റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്, അതും അരിഞ്ഞ്. പിന്നെ ഞാനിത് ഇത്തിരി വേവിച്ച് വെച്ചതാണ് ക്യാരറ്റ് പെട്ടെന്നാകാൻ വേണ്ടി. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടിയത് ഗാർലിക്കാണ്. പിന്നെ ചില്ലി ഫ്ലേക്സ് വേണം, അതും വേണം ആവശ്യത്തിന്. അപ്പം ഇത്തിരി ഉപ്പ്, പിന്നെ ഇത്തിരി ഓർഗാനോ ഇലയാണ്, അത് നമുക്ക് നല്ല ടേസ്റ്റാണ് അത് ഇടുന്നതിന്. പിന്നെ ഇച്ചിരി റിഫൈൻ ഓയിൽ. ഇത്രയും വേണം പാസ്തയ്ക്കുള്ള സാധനങ്ങൾ. നമ്മൾ ആദ്യം ഒരു സോസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം നമ്മളൊരു കടായി വെച്ച് സിമ്മിൽ വെച്ചിട്ട് വേണം നമുക്കത് സോസ് ഉണ്ടാക്കാം. ആദ്യം ബട്ടർ കുറച്ച് എടുത്തിട്ട് അതിനകത്തോട്ടിട്ട് മെൽറ്റായിട്ട് നല്ലപോലെ മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഗാർലിക്കിൻ്റെ പൗഡർ കാണിച്ചിട്ട് അത് ഒരു ടീസ്പൂണ്, 1/2 ടീസ്പൂൺ മതി. അത് ഞാൻ ആ സ്പൂണിൻ്റെ തണ്ട് വെച്ചെടുത്ത് ഞാൻ ഇടുവാണ്. അതാണ് ഇതിൻ്റെ പിന്നെ ടേസ്റ്റ്, അതാണ് ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവറാണ് വേണ്ടിയത്. പിന്നെ ഈ 2 ടേബിൾ സ്പൂൺ മൈദ നമ്മൾ ആ ബട്ടറിനകത്തിട്ട് നല്ല വേവിക്കണം. അത് നല്ലപോലെ ഇത് മൂത്ത് വരണമെന്ന് വെച്ചാൽ കുറച്ച് നേരം പിടിക്കും. അപ്പം നമ്മളത് നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നല്ലപോലെ ഇട്ട് ഇതാക്കണം. കണ്ടില്ലേ, നല്ലപോലെ ഇട്ട് വഴറ്റി ഒരു റെഡിഷ് കളർ വരണം, ഒരു ബ്രൗൺ കളർ വരണം. ഒരു ബ്രൗൺ കളറായിട്ട് വരണം. കണ്ടില്ലേ, കുറേ കഴിഞ്ഞപ്പോൾ അത് പിന്നെയും ഒരു നല്ല കളറായിട്ട് വന്നു. ഈ നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴാണ് എനിക്ക് 1/2 ലിറ്റർ പാലാണ് ഞാനിതിനെടുക്കുന്നത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ 1/2 ലിറ്റർ പാല് വേണം. ആദ്യം നമ്മൾ ഇത് ഒഴിച്ചൊഴിച്ച് കുറേശ്ശെ ഇട്ട് ഇളക്കി എടുക്കണം. കട്ട പിടിക്കുമല്ലോ പെട്ടെന്ന്. ഫ്ലെയിം ചെറുതാണെങ്കിലും പെട്ടെന്ന് ഇത് കട്ടി പിടിക്കും. അപ്പം നമ്മളത് കട്ടി പിടിക്കുന്നതിനനുസരിച്ച് നമ്മൾ പാലൊഴിച്ചുകൊണ്ടേ ഇരിക്കണം. ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ശ്രദ്ധ മാറിയപ്പോൾ ഒന്ന് ഇതായതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലപോലെ ഉടയ്ക്കണം. നല്ലപോലെ ആ തീയിൽ കുറച്ച് ഇതായിട്ട് നല്ലപോലെ മുക്കണം. ലാസ്റ്റ് ആ 1/2 ലിറ്റർ പാലും ഞാൻ ഒഴിച്ച് ഇതാക്കിയിട്ടുണ്ട്. നല്ലപോലെ വെണ്ണ പോലെ ആക്കണം. കണ്ടില്ലേ, നല്ല ഒരു സോസാണ്, വെണ്ണ പോലെ ആക്കണം. എപ്പോഴും നമ്മൾ ഒത്തിരി തീയിലും വെച്ചാൽ പെട്ടെന്ന് ഇത് കുറുകി വരും, കാരണം മൈദയല്ലേ. അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു, കുറച്ചൊന്ന് അരിച്ചെടുക്കും, കാരണം ഇതിനകത്ത് ചിലത് കട്ട പിടിച്ചിട്ടുണ്ട്. സോസ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ ഞാനതൊന്ന് അരിച്ച് മാറ്റി നല്ല വെണ്ണ പോലെ ആക്കിയ സോസ് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അത് അരിച്ച് മാറ്റുമ്പോൾ കണ്ടില്ലേ നല്ല സ്മൂത്തായിട്ട് ഒരു തരി പോലും ഇല്ല. കണ്ടില്ലേ, അപ്പോൾ അതാ നല്ലതായിട്ട് വേണ്ടി. അപ്പോൾ നമ്മുടെ സോസ് റെഡിയായി. ഇനി നമ്മളത് അടച്ച് വെച്ചേക്കും. ഇനി നമ്മൾ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഒരു പാൻ വെച്ച് നമ്മൾ കത്തിച്ച്, അതും തീ കുറച്ചേ വെക്കാവൂ. അന്ന് നമ്മൾ കുറച്ച് ബട്ടർ, റിഫൈൻ ഓയിൽ ഞാൻ ഇടുന്നത് ഇതിനകത്ത് കാണിച്ചിട്ടില്ല. പക്ഷേ റിഫൈൻ ഓയിൽ ഒരു ടേബിൾ സ്പൂണോളം ഇടണം, കാരണം നല്ലപോലെ ഇത് ബട്ടർ മെൽറ്റായി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇതാകുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണം, ഗാർലിക് അരിഞ്ഞത് അതൊരു 5-8 ഉണ്ട് ഗാർലിക് അരിഞ്ഞത് കേട്ടോ. നല്ല ഇതായിട്ട് വേണം. ഗാർലിക്കാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫ്ലേവർ. അപ്പോൾ ഇതിൻ്റെ ഒരു മണമുണ്ടല്ലോ, ഈ ബട്ടറിൽ കിടന്ന് ഇത് മൂക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മണമാണ്. അപ്പോൾ അത് അധികം മൂക്കാതെ തന്നെ നമ്മൾ അടുത്ത ഇത് സബോള ഇടണം. ക്യൂബ്സായിട്ട് അരിഞ്ഞാണ് സബോള ഇടണം. സബോളയും നമ്മൾ ഒത്തിരി മൂപ്പിക്കേണ്ട, എല്ലാം ചെറു തീയിലാകുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി, മൂക്കത്തും അധികം. അത് അത്രയും ഇതാകുമ്പോൾ നമ്മൾ അടുത്ത ക്യാരറ്റ് ഇടുക. ക്യാരറ്റ് എന്താണെങ്കിലും ക്യാരറ്റ്
പെട്ടെന്ന് നമുക്ക് ആ വഴറ്റി ഇങ്ങെടുത്താൽ പോരെ. അതുകൊണ്ട് ഞാൻ നേരത്തെ വേവിച്ചത്. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കവും എല്ലാം കൂടെ അങ്ങ് ഇടും കണ്ടില്ലേ. അതിട്ട് നല്ലപോലെ മിക്സാക്കണേ. മിക്സാക്കി ഇളക്കി നല്ല മിക്സാക്കി. നല്ല കളറില്ലേ, ഈ കളറ് ഒരുപാട് മാറരുത്. അപ്പോൾ നമ്മൾ ഇച്ചിരി ചില്ലി ഫ്ലേക്സ് കുറച്ച് ആദ്യം ഇടണം. നമ്മൾ ലാസ്റ്റിലും ഇടണം, എങ്കിലും ഞാൻ എൻ്റേതായിട്ട് ഇപ്പോൾ അങ്ങ് ഇടുന്നതേ ഉള്ളൂ. കുറച്ച് കുരുമുളകില്ലായിരുന്നു, ഇപ്പോൾ വേറെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് വേറെ എടുക്കണം. അതും ഇട്ട് ഇത്തിരി ഓർഗാനോ ഒരു ഇലയാണ്. അതിന് ഒരു നല്ലൊരു ടേസ്റ്റാണ്, ഫ്ലേവറുണ്ട് അതിന്. ചിക്കനൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ എന്തിനെങ്കിലുമൊക്കെ ഇടുന്ന സാധനം, അപ്പോൾ അത് നല്ലതാണ് ഇതിൻ്റെ കൂടെ ഇടാൻ ഒരു ടേസ്റ്റ്. അപ്പോൾ അതും കുറച്ച് നന്നായിട്ടിട്ട്, കുറച്ച് മതി, 1 ടീസ്പൂണോളം മതി. ഇത്തിരി ഉപ്പ്. തീയില്ല, അങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ചെറു തീയിലാണ് ഇട്ട് ഞാനിതാക്കുന്നത്. അപ്പം അത് ഇച്ചിരി ആവശ്യത്തിന് ഉപ്പും ഇട്ടു. കണ്ടില്ല, പച്ചക്കളറൊന്നും മാറല്ല, റെഡിഷും മാറല്ല, ഓണിയൻ്റെ ഇതും മാറരുത്. കണ്ടില്ല, അതേ രീതിയിലുള്ള ഒരു പരുവാകും. ആ പരുവത്തിലെടുത്തിട്ട് നമ്മളെന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയാക്കി വെച്ചു. ഇനി അടുത്തത് നമ്മൾ സോസ് ഉണ്ടാക്കിയത്, ആ സോസ് എടുത്ത് പിന്നെ വെളുത്തുള്ളിയുടെയും പാലിൻ്റെയും ബട്ടറിൻ്റെയും ഒരു നല്ല ഇതാണ് ഇതിന് ടേസ്റ്റ് ഉള്ളത്. കണ്ടില്ല, നല്ല ഇച്ചിരി കൂടെ ലൂസാകാം, അപ്പം ഇരുന്നങ്ങ് ഇതായിപ്പോയതാണ്, കുഴപ്പമില്ല, നമുക്കത് ഇത് ചെയ്യാം. അപ്പം നമ്മളത് നന്നായിട്ട് അതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ആദ്യം ഞാൻ പാസ്ത ഒരു പാത്രത്തിൽ തിളച്ച വെള്ളത്തിൽ ഇത്തിരി ഉപ്പും ഇത്തിരി റിഫൈൻ്റെ ഒരു ശകലം എണ്ണയും കൂടെ ഇട്ട്, കാരണം അത് വേവുമ്പോൾ രണ്ടും കൂടെ ഒട്ടാതിരിക്കാൻ വേണ്ടി അങ്ങനെ തിളപ്പിച്ച് വേവിച്ചെടുത്ത പാസ്തയായത്. ഇത്തിരി ഉപ്പും ഇട്ട്, അപ്പോൾ ആ പാസ്ത നേരത്തെ വേവിച്ച് വെച്ചോണ്ട് അതൊന്ന് റെഡിയായി. കണ്ടില്ലേ, 2 സൈസ് പാസ്തയാണ്, ഒന്ന് പിരിഞ്ഞിരിക്കുന്നതും ഒന്നല്ലാതെയുള്ള എല്ലാം 2 സൈസ് ഞാൻ എടുത്തിട്ടതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി നല്ല മിക്സാക്കണം. നല്ല സോസൊക്കെ അടിയിൽ കിടക്കുന്നേ ഉള്ളൂ, അതിൻ്റെ നല്ല പെരണ്ട് വരണം. കണ്ടില്ലേ, നല്ല പെരണ്ട് നന്നായിട്ട് നല്ല കാണുമ്പോഴേ നല്ല ടേസ്റ്റാണ്. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, പിന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത്തിരി നമ്മൾ റെഡ് ചില്ലി അതും ഇത് ഇടണം, ഇത്തിരി കുരുമുളകും, അത് എൻ്റെ ഒരു ഇതായിട്ട് ഇടുന്നതാണ്, വേണ്ടിയവരിട്ടാൽ മതി. കുറച്ച് മല്ലിയില. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കിക്കൊണ്ടുവരണം. കണ്ടേ, നല്ലപോലെ ഇളക്കണം, അത് പിടിച്ച് വരണം. അത് നമ്മൾ ചെറു തീയിലാണ് ഇത്രയും നേരം ഉണ്ടാക്കിയത്. നമ്മൾ ഒത്തിരി വലിയ തീയിലുമല്ല, വലിയ തീയിലുണ്ടാക്കിയാൽ അത് പെട്ടെന്ന് കുറുകുകയും ചെയ്യും, വല്ലാതാവുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു ബൗളിലാക്കി പാസ്ത റെഡിയായി. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനിത് ഉണ്ടാക്കിയത് നല്ല ഇതായിട്ടുണ്ടാക്കിയതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഇഷ്ടപ്പെടുന്നവർ കമൻറ്റും ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഒരു പാസ്ത ഇനി ഒരു ഇതുമായിട്ട് ഞാൻ അടുത്ത വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.